എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് സൈമൺ കമ്മീഷനും അതിൻ്റെ ബഹിഷ്കരണവും. 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 7 അംഗങ്ങളടങ്ങിയ ഒരു ഇന്ത്യൻ ഭരണഘടനാ കമ്മീഷനെ നിയമിച്ചു. സർ ജോൺ സൈമൺ അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മീഷന് സൈമൺ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മൊണ്ടേഗു ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണഘടനാപര പരിഷ്കാരങ്ങളുടെ ശുപാർശകൾ ഏൽപ്പിക്കുക എന്നതായിരുന്നു സൈമൺ കമ്മീഷന്റെ ചുമതല. ഇതിലെ എല്ലാ അംഗങ്ങളും ഇംഗ്ലീഷുകാരായിരുന്നു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു കമ്മീഷനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിവാക്കിയത് ദേശീയവാദികളെ ക്ഷുഭിതരാക്കി. സ്വയംഭരണത്തിനുള്ള ഇന്ത്യയുടെ അർഹതയെപ്പറ്റി വിദേശികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന സമീപനത്തെ അവർ ശക്തമായി എതിർത്തു. ഡോക്ടർ അൻസാരിയുടെ അധ്യക്ഷതയിൽ മദ്രാസിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും കോൺഗ്രസിൻ്റെ തീരുമാനത്തെ പിന്താങ്ങി. ഇങ്ങനെ താൽക്കാലികമായിട്ടാണെങ്കിലും രാജ്യത്തിലെ വിവിധ പാർട്ടികളെയും വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്താൻ സൈമൺ കമ്മീഷൻ കാരണമായി. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം രാജ്യം മുഴുവൻ ഹർത്താൽ ആചരിക്കപ്പെട്ടു. കമ്മീഷൻ സന്ദർശനം നടത്തിയ സ്ഥലങ്ങളെല്ലാം അവരെ എതിരേറ്റത് ഹർത്താലുകളും കരിങ്കൊരി പ്രകടനങ്ങളും സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യവുമായിരുന്നു. പതിവ് പോലെ ജനങ്ങളുടെ എതിർപ്പിനെ മർദ്ദിച്ചൊതുക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ ലാല ലജ്പത് റായ് താമസിയാതെ മരണപ്പെട്ടു. പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ സൈമൺ കമ്മീഷൻ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുകയും 1930 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിലെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായിരുന്നു. സൈമൺ കമ്മീഷന്റെ ശുപാർശകൾ ഭൂരിഭാഗവും 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിൽ ഉൾപ്പെടുത്തുകയും ഉണ്ടായി. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.